ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്പേഴ്സ് ഇൻഡിജേഴ്സ്, ഫ്രാക്ഷൻ, റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ. ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡിജേഴ്സ്, പൂർണ്ണസംഖ്യകൾ. Integers are set of whole numbers and negative numbers. Integers are set of whole numbers and negative numbers. എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറും നെഗറ്റീവ് നമ്പേഴ്സും കൂടിച്ചേർന്നതാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഹോൾ നമ്പർ എന്താണെന്ന്. എന്താണ് ഹോൾ നമ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്? 0 ആൻഡ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ. അപ്പം എന്താണ് ഇൻറ്റിജേഴ്സ്? പൂജ്യവും എണ്ണൽ സംഖ്യകളും ന്യൂനസംഖ്യകളും. ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ന്യൂനസംഖ്യകളും ചേർന്നതാണ് പൂർണ്ണസംഖ്യകൾ. അപ്പം എങ്ങനെ പറയാം? ഇൻറ്റിജേഴ്സ് ആർ കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. അതിന് എക്സാമ്പിൾ ആണ് 0 താഴെ കൊടുത്തിരിക്കുന്നത്. 0 തൊട്ട് വലത്തോട്ട് 1 2 3 നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എഴുതും. ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് എഴുതും. നെഗറ്റീവ് നമ്പേഴ്സിന്റെ വാല്യൂ ലെഫ്റ്റിലോട്ട് പോകുന്തോറും കുറഞ്ഞു വരും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇൻറ്റിജേഴ്സ്. എന്താണ് ഇൻറ്റിജേഴ്സ്? പൂജ്യവും എണ്ണൽ സംഖ്യകളും ന്യൂനസംഖ്യകളും ചേർന്നതാണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻറ്റിജേഴ്സ്. നെക്സ്റ്റ് വൺ, ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ. A number which can be represented in p by q form where q not equal to 0 is called a fraction. p by q എന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നതും q പൂജ്യം ആകാത്തതുമായ സംഖ്യാരൂപമാണ് ഭിന്നസംഖ്യ. എന്താ പറയുന്നത്? p by q എന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നതും. ഇവിടെ p by qന് പകരം നമുക്ക് a by b എന്ന് എടുക്കാം, x by y എടുക്കാം. അത് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇപ്പം p by q എന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നതും q പൂജ്യം ആകാത്തതുമായ സംഖ്യാരൂപമാണ് ഭിന്നസംഖ്യ. എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് 1/2, 4/7, 5/9 എക്സെട്ര. നമുക്ക് ഈ കണ്ടീഷനിൽ പറയുന്ന ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. ഇതൊക്കെ ഭിന്നസംഖ്യയാണ്. എന്താണ് പറയുന്നത് നോക്കാം. p by q എന്ന രീതിയിൽ എഴുതാൻ കഴിയണം. പിന്നെ q പൂജ്യം ആകുകയും ചെയ്യരുത്. p by qയിൽ p എന്ന് പറയുന്നത് നോമിനേറ്റർ ആണ്, നോമിനേറ്റർ അംശം. q എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ. അംശവും ഛേദവും എന്ന രീതിയിലാണ് എഴുതേണ്ടത്. അംശം ബൈ ഛേദം, അതായത് നോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഇവിടെ q പൂജ്യം ആകരുത്, ഡിനോമിനേറ്റർ പൂജ്യം ആകരുത്. എന്തുകൊണ്ടാ? ഡിനോമിനേറ്ററിൽ പൂജ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടില്ല. കാരണം അത് നോട്ട് ഡിഫൈൻഡ് ആണ്, നിർവചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ q പൂജ്യം ആകരുത്. പക്ഷെ p പൂജ്യം ആകാം, അതായത് നോമിനേറ്ററിൽ പൂജ്യം ആവാം കേട്ടോ. നോമിനേറ്ററിൽ പൂജ്യം വരുമ്പോൾ നമുക്ക് ആൻസർ 0 ആയിട്ട് വരും. ഡിനോമിനേറ്റർ മാത്രം പൂജ്യം ആകരുത്. അപ്പോൾ p by q എന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നതും q പൂജ്യം ആകാത്തതുമായ സംഖ്യാരൂപമാണ് ഭിന്നസംഖ്യ. ഇവിടെ 1/2, 4/7, 5/9 എന്ത് വേണമെങ്കിലും എഴുതാം. ഇവിടെ അപ്പോൾ 2 കണ്ടീഷനാണ് പറയുന്നതിന്. എന്താ? p by q ഫോമിലായിരിക്കണം, q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതുകൂടാതെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കരുത്. ആ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നെഗറ്റീവ്? നമ്മൾ ഈ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ശരിക്കും ഭാഗം വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഭാഗത്തെ സൂചിപ്പിക്കാൻ. നമ്മളിപ്പോൾ ഒരു കേക്ക് അല്ലെങ്കിൽ പിസ്സ നോക്കാം. ഇതിപ്പോൾ ഒരു കേക്കാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഇതിനെ 4 ഭാഗമാക്കിയിട്ടുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? നമ്മൾ 4 എണ്ണത്തിൽ 1 അല്ലേ? 4ൽ ഒരു ഭാഗം, അതായത് 1/4. ഇവിടെ നമ്മൾ -4ൽ ഒരു ഭാഗം കേക്ക് അങ്ങനെ പറയുമോ? ഇല്ല. 4ൽ 1, 1/4. ഇങ്ങനെയാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഭിന്നസംഖ്യ.
എന്താണ്? എ നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ പി ബൈ ക്യൂ ഫോം വേർ ക്യൂ നോട്ട് ഈക്വൽ ടു 0 is called a fraction. Next one. റാഷണൽ നമ്പർ, ഭിന്നകങ്ങൾ. ഇവിടെ ഫ്രാക്ഷനിൽ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്, അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു കണ്ടീഷനിൽ വ്യത്യാസമുണ്ട്. അതേതാണെന്ന് നോക്കാം. എ നമ്പർ വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ വേർ ക്യൂ നോട്ട് ഈക്വൽ ടു 0. പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ്. പി ബൈ ക്യൂ എന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നതും ക്യൂ 0 ആകാത്തതും പിയും ക്യൂയും പൂർണ്ണസംഖ്യകൾ ആകുന്നതുമായ സംഖ്യാരൂപമാണ് ഭിന്നകങ്ങൾ. എന്താണ് ഇവിടെ വ്യത്യാസം? ഫ്രാക്ഷനിലെ വ്യത്യാസം എന്താണ്? ഫ്രാക്ഷനിൽ പി ബൈ ക്യൂ ആയിരിക്കണം, ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെയും അത് തന്നെയാണ്. അതിൻ്റെ കൂടെ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ്. എന്താണ്? പി ആൻഡ് ക്യൂ ആർ എന്താവണം? പൂർണ്ണസംഖ്യകൾ ആയിരിക്കണം. പൂർണ്ണസംഖ്യകൾ എന്താ? പൂർണ്ണസംഖ്യകൾ പോസിറ്റീവ് നമ്പേഴ്സും 0യും കൂടാതെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഉൾപ്പെടുന്നതാണ് ഇൻറ്റിജേഴ്സ്. ഫ്രാക്ഷനിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നില്ല. ഇവിടെ റാഷണൽ നമ്പറിൽ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രാക്ഷനും റാഷണൽ നമ്പറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2, 3, 6, 7/5, 11/2, -2/5, -10/19. ഇങ്ങനെ ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാം. എങ്ങനെ? എല്ലാ പൂർണ്ണസംഖ്യകളും ഭിന്നസംഖ്യകളും ചേർന്നതാണ് റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഭിന്നകങ്ങൾ. അപ്പോൾ റാഷണൽ നമ്പറും ഫ്രാക്ഷനും തമ്മിൽ മാറിപ്പോകരുത്. ഫ്രാക്ഷനിൽ നെഗറ്റീവ് വരുന്നില്ല, റാഷണൽ നമ്പറിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പൂർണ്ണസംഖ്യകളും ഭിന്നസംഖ്യകളും ഉള്ളതാണ് ഭിന്നകങ്ങൾ അഥവാ റാഷണൽ നമ്പർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഇറാഷണൽ നമ്പർ, അഭിന്നകങ്ങൾ. എ നമ്പർ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ വേർ ക്യൂ നോട്ട് ഈക്വൽ ടു 0. എന്താണ് ഇവിടെ പറയുന്നത്? കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ ആണ്. അതായത് നേരത്തെ നമ്മൾ റാഷണൽ നമ്പറിൽ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ്. ഇവിടെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ കഴിയാത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണത്? അതായത് പി ബൈ ക്യൂ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഒരു വാല്യൂ കിട്ടില്ല. എന്താണ് കൃത്യമായ വാല്യൂ കിട്ടില്ല എന്നുള്ളത്? നമുക്ക് നോക്കാം. വേറൊരു ഡെഫിനിഷൻ നോക്കുക. ഇറാഷണൽ നമ്പേഴ്സ് ആർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് വെൻ റിട്ടേൺ ഇൻ ഡെസിമൽ ഫോം. അതായത് ഡെസിമൽ ഫോമിൽ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ, ദശാംശ രൂപത്തിൽ എഴുതിയാൽ അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതുമായ സംഖ്യകളാണ് അഭിന്നകങ്ങൾ. അതായത് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് എൻഡ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് വെൻ റിട്ടേൺ ഇൻ ഡെസിമൽ ഫോം. ദശാംശ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതുമായ സംഖ്യകൾ ആണ് ഇറാഷണൽ നമ്പേഴ്സ്. എന്താണ് ഈ അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതും? നമുക്ക് നോക്കാം. 2.424242 എക്സെട്ര. ഇവിടെ പോയിന്റിന് ശേഷം വരുന്നത് 424242 ഇങ്ങനെയാണ്. ഇത് ആവർത്തിച്ച് വരുന്ന സംഖ്യകളല്ലേ? 424242. നമ്മൾ ഇപ്പം ഇറാഷണൽ നമ്പറിൽ എന്താണ് പറഞ്ഞത്? അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതുമായ സംഖ്യകൾ. ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷേ എന്താണ്? ആവർത്തിച്ച് വരുന്നുണ്ട്. 4242 എന്ന് ആവർത്തിച്ചിട്ടാണ് വരുന്നത്. അപ്പം നമുക്കിത് ഇറാഷണൽ നമ്പറിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് റാഷണൽ നമ്പറാണ്. ഇനി അടുത്തത് നോക്കുക. 3.3333 എക്സെട്ര. ഇവിടെ എന്താണ്? ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷേ ഇവിടെയും ഒരു നമ്പർ ആവർത്തിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതും നമുക്ക് ഇറാഷണൽ നമ്പറിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്തത് നോക്കുക. 5.2. ഇവിടെ എന്താണ്?
ആവർത്തിക്കുന്നില്ല, പക്ഷേ ഇവിടെ അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഇറാഷണൽ നമ്പർ അല്ല. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പർ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, 2.413251 ആൻഡ് സോ ഓൺ. ഇവിടെ എന്താണ് പോയിന്റിന് ശേഷം വരുന്നത്? പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകൾ ഒന്നും തന്നെ ആവർത്തിക്കുന്നില്ല. എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സ് അല്ലേ. പിന്നെ എന്താണ്? ഇത് അവസാനിക്കുന്നുമില്ല, തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇത് ഒരു ഇറാഷണൽ നമ്പറാണ്. അതായത് അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതുമായ സംഖ്യയാണ് ഇത്. വേറൊന്ന് നോക്കാം. ഇനി റൂട്ട് ടു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ് 1.414213 എക്സെട്ര. ഇവിടെ എന്താണ്? ഇവിടെ പോയിന്റിന് ശേഷം എന്താ വരുന്നത്? ആവർത്തിക്കുന്ന നമ്പറാണോ? അല്ല, ആവർത്തിക്കാത്ത നമ്പറാണ്. അതുപോലെ തന്നെ അവസാനിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ട് 2ഉം ഒരു ഇറാഷണൽ നമ്പറാണെന്ന് പറയാം. ഇനി റൂട്ട് 3 എടുത്തു കഴിഞ്ഞാൽ റൂട്ട് 3യും ഒരു ഇറാഷണൽ നമ്പറാണ്. എന്തുകൊണ്ടാ? റൂട്ട് 3യുടെ വാല്യൂയും അവസാനിക്കുന്നുമില്ല, ആവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് 3യും ഒരു ഇറാഷണൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 4 എടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക? റൂട്ട് 4ൻ്റെ വാല്യൂ എന്താണ്? 2 അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? ഇറാഷണൽ നമ്പറാണോ അല്ല റാഷണൽ നമ്പറാണോ? റൂട്ട് 4 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്കതിന് കൃത്യമായിട്ടൊരു വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ? അവസാനിക്കുന്ന നമ്പറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇറാഷണൽ നമ്പർ അല്ല. റൂട്ട് 4, റൂട്ട് 9, റൂട്ട് 25 ഇങ്ങനെയുള്ള നമ്പേഴ്സൊന്നും ഇറാഷണൽ നമ്പർ അല്ല. ഇനി പൈയുടെ വാല്യൂ എന്താണ്? പൈയുടെ വാല്യൂ 3.14 ഓർ 22/7. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് വാല്യൂസും എടുക്കാറുണ്ട്. പൈ എന്നത് ഇറാഷണൽ നമ്പർ ആണോ? ആണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ 3.14 എന്നത് കാണുമ്പം അതൊരു ഇറാഷണൽ നമ്പർ അല്ല എന്ന് തോന്നിപ്പോകും. കാരണം ഇത് അവസാനിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവസാനിക്കുന്നില്ല. ഇവിടെ ഈ പൈയുടെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് വാല്യൂയും ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിനായിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പൈയുടെ യഥാർത്ഥ വാല്യൂ? നോക്കാം. 3.1415926 എക്സെട്ര. അപ്പോൾ എന്താണ് ഇവിടെ? പൈയുടെ വാല്യൂ അവസാനിക്കുന്നുമില്ല, ആവർത്തിക്കുന്നുമില്ല. അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ്? പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പർ? ദശാംശ രൂപത്തിൽ എഴുതിയാൽ അവസാനിക്കാത്തതും ആവർത്തിക്കാത്തതുമായ സംഖ്യകളാണ് അഭിന്നകങ്ങൾ. ഇറാഷണൽ നമ്പേഴ്സ് ആർ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് വെൻ റിട്ടേൺ ഇൻ ഡെസിമൽ ഫോം. എക്സാമ്പിൾ ആണ് റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 6, റൂട്ട് 7, പൈ എക്സെട്ര. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.